വയനാട് കമ്പമലയിൽ വീണ്ടും കമ്മ്യൂണിസ്റ്റ് ഭീകരരെത്തി. രാവിലെ 6:15 ആയുധങ്ങളേന്തി എത്തിയ സംഘം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. 20 മിനിറ്റോളം തൊഴിലാളികളുമായി സംസാരിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയുമാണ് ചെയ്തതെന്ന് നാട്ടുകാർ പറയുന്നു. ഒപ്പം തന്നെ CP മൊയ്തീൻ ഈ ഒരു സംഘത്തിലുണ്ടായിരുന്നതായും നാട്ടുകാർ വ്യക്തമാക്കി. അഞ്ചര ഉണ്ടാവും. ഒരു ടൈം നമ്മൾ ശരിക്കറിയാം. 5:30-6 മണി ഉണ്ടാവും. എന്താ അവർ മുദ്രാവാക്യം വിളിച്ചത്? എന്താ മുദ്രാവാക്യം വിളിച്ചത്? ഇവിടെ കറണ്ട് ഇട്ടിട്ടില്ല, ഇനി കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾ അത് കാര്യങ്ങളും ചെയ്ത് കൊടുക്കാതെ ആരും വോട്ട് ചെയ്യേണ്ട, നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞങ്ങൾ സഹായിക്കും. അപ്പോൾ കുറേ ചെക്കന്മാർ പറഞ്ഞു നീ തളപ്പിളാക്കുക, ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, ചോളയിൽ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇറങ്ങി തളപ്പിളാക്കുന്നു പറഞ്ഞ് വിളിച്ച് അതൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർ പോവുകയും ചെയ്തു. എത്ര പേരുണ്ടായിരുന്നു? 4 ആയുധങ്ങളുണ്ടോ? തുപ്പാക്കി 3 ആൾ കയ്യിൽ തുപ്പാക്കി, ഒരാൾ കയ്യിൽ മറ്റന്നാളിൽ ഇങ്ങനത്തെ ബുള്ളറ്റ് പോലെ കറ്റി ഇടുപ്പിൽ വെച്ചിട്ടുണ്ട്. സ്ത്രീകൾ ആരും ഉണ്ടായിരുന്നു? സ്ത്രീകൾ ആരില്ല. കൈക്ക് സൂര്യാത്ത ഒരാൾ അയാളില്ല. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, ഒരുപക്ഷെ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെയല്ലേ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തെ നമുക്ക് കാണാനാവുക? തീർച്ചയായും വിഷ്ണു, അത്തരത്തിൽ വേണം നമുക്ക് നിരീക്ഷിക്കാൻ. കാരണം ഇവർ വോട്ട് ചെയ്യേണ്ടതില്ല എന്ന അടക്കമാണ് ഇവിടെ പറയുന്നത്. അത്തരത്തിൽ നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് ദൃശ്യമാണ്. അതായത് ജനങ്ങളോട് വോട്ട് ചെയ്യേണ്ടതില്ല, ഞങ്ങളുടെ കൂടെ അണിചേരണം, ടൗണിലേക്ക് ഇറങ്ങൂ, നമുക്ക് ഒരുമിച്ച് പോരാടാം എന്ന തരത്തിലാണ് ഇവരുടെ പ്രസ്താവനകൾ ഉള്ളത്. അത്തരത്തിലാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഇന്ന് രാവിലെ പുലർച്ചെ 6:30 ഇത്തരത്തിൽ ഈ ഒരു കമ്പമലയിലേക്ക് എത്തിയത്. തോട്ടം തൊഴിലാളികളാണ് ഈ കമ്പമലയിൽ താമസിക്കുന്നത്. അത്തരത്തിൽ തോട്ടം തൊഴിലാളികളെ എടുത്തെത്തിയാണ് സായുധ സംഘം, അതായത് 3-4 പേരടങ്ങുന്ന സംഘമാണ് അവിടേക്ക് എത്തിയത്. ഇവരുടെ കൈകളിൽ തോക്കുകൾ ഉണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. അവരെത്തുകയും പിന്നീട് അവിടെ തമ്പടിക്കുകയും ചെയ്തു. 20 മിനിറ്റോളം ഇവരോട് സംസാരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ജനങ്ങളെല്ലാം പ്രകോപിതരാവുകയും പിന്നീട് അവരോട് കയർത്ത് സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘം തിരിച്ചുപോയതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണെങ്കിൽ ഇതിനു മുൻപും ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഇറങ്ങിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ നമ്മുടെ കണ്ണൂർ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഇവിടെയുള്ള തണ്ടർ ബോൾട്ടുകളെയെല്ലാം അല്ലെങ്കിൽ CRPF എല്ലാം പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് മറ്റ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾക്ക് വേണ്ടി അടക്കം ഈ ഭാഗങ്ങളിൽ നടക്കം വലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതും കൂടി നമ്മൾ കണക്കിലെടുക്കണം. അതായത് സുരക്ഷയുടെ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. നേരത്തെ നമ്മുടെ കണ്ണൂർ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ CRPF അടക്കം അവിടെ നിന്നും വലിക്കുന്ന ഒരു സാഹചര്യം, അത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് നയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യക്തമാണ്. അർജുനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.